വിവാദമായ മീനച്ചിൽ താലൂക്കിലെ ലവ് ജിഹാദ് പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരെ കേസെടുക്കില്ല. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കുകയില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലവ് ജിഹാദ് നിങ്ങളുടെ മനസ്സ്. പി.സി. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായിട്ട് ഒന്നുമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. പാലയിൽ KCBC സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാറിലായിരുന്നു പി.സി. ജോർജിന്റെ വിവാദ പരാമർശം. പരാമർശത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും സാമൂഹ്യ സംഘടനയായ ദിശയും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കേരള പോലീസിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. പി.സി. ജോർജ് നടത്തിയ പ്രസംഗത്തിൽ കേസെടുക്കാൻ തക്ക ഗൗരവമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അതേസമയം പോലീസിന്റെ സമീപനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് ലീഗ് വ്യക്തമാക്കി. ലവ് ജിഹാദിലൂടെ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു എന്നായിരുന്നു പി.സി. ജോർജ് പറഞ്ഞിരുന്നത്. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയതെന്നും ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണമെന്നുമായിരുന്നു പി.സി. ജോർജ് പറഞ്ഞത്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച് വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്, തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സുവരെ ആ പെൺകുച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ, എന്താ കാര്യം? 18 തികയുമ്പോഴേ പിടിച്ച് കെട്ടിക്കുക. നമ്മളോ ഒരു 28-29 ആയാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയില്ല. എന്നാ അതിൻ്റെ ശമ്പളം ഇങ്ങ് പോരട്ട് ഊറ്റിയെടുക്കാമല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത്, ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതാണെന്നും അത് എവിടെ കത്തിക്കാനാണ് എന്ന് തനിക്കറിയാമെന്നും പക്ഷെ പറയുന്നില്ലെന്നും പി.സി. ജോർജ് പാലയിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിച്ചിരുന്നു. ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ വിശദാംശം ഞാൻ ഇവിടെ കിടക്കുന്നില്ല. ഇത് എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് രാവിലെ വയനാട്ടിൽ 14 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും 41 വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്യുന്നിപ്പോണ്ട്. വയനാട്ടിൽ വനത്തിനകത്ത് നിൽക്കുക. പെൺകുട്ടിയുടെ പ്രായം 14, കിളവൻ്റെ പ്രായം 41. പോരെ, 15 ദിവസമായിട്ട് ഈ രണ്ടുപേരെയും കാണാനില്ല. രാജ്യം മുഴുവൻ അന്വേഷിച്ച് ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പുണ്ട്. ഈ 2 വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ്. ഇതെവിടെ പോയി നിൽക്കും? ഇത് പി.സി. ജോർജിന്റെ പ്രസംഗത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.